ശാസ്ത്രത്തിന്റെ വളർച്ചയും സാങ്കേതിക വിദ്യയുടെ വികാസവും നമ്മെ കൊണ്ടെത്തിച്ചത് നാം സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ലോകത്തേക്കാണ്. നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ നാം അനുഗ്രഹീതരാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ മനുഷ്യരുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് ശാസ്ത്രലോകം നമുക്കായി തുറന്നിടുന്നത്. ഇതാ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കാൻ ശേഷിയുള്ള റോബോട്ടുകളെ വികസിപ്പിക്കുകയാണ് എന്ന വാർത്തയാണ് ശാസ്ത്രലോകം പങ്കുവെക്കുന്നത്. റോബോട്ടുകൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുകയോ എന്ന് ചോദിച്ച് നെറ്റിച്ചുളിക്കാൻ വരട്ടെ, സംഗതി സത്യമാണ്. സ്ത്രീകളെ പോലെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ശേഷിയുള്ള റോബോട്ടുകളെ വികസിപ്പിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. ലോകത്തിൽ ഇതിനു മുൻപ് ഇത്തരമൊരു റോബോട്ടിനെ ഗവേഷകർ വികസിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ചൈനീസ് ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ള റോബോട്ടിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലഘട്ടത്തെ ഈ സാങ്കേതികവിദ്യ അനുകരിക്കുമെന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. അതേസമയം ഗർഭധാരണത്തിൽ മാത്രം മനുഷ്യരിൽ നടക്കുന്ന പ്രോസസ് ആയിരിക്കില്ല കേട്ടോ. അണ്ഡവും ബീജവും എങ്ങനെ ബീജസങ്കലനം ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗർഭപിണ്ഡം റോബോട്ടിനുള്ളിൽ ഒരു കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിൽ വളരുകയും ഒരു ട്യൂബ് വഴി പോഷകങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഗ്യാങ്ഷു ആസ്ഥാനമായുള്ള കൈവ ടെക്നോളജിയാണ് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ശേഷിയുള്ള റോബോട്ടുകളെ വികസിപ്പിക്കുന്നത്. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷാങ് കിങ്ഹ്വാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ പ്രക്രിയകളും പൂർത്തിയാക്കാൻ ഈ റോബോട്ടിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. പരീക്ഷണം വിജയകരമാണെങ്കിൽ വന്ധ്യതയ്ക്കും ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്കും ഇത് ഉപയോഗമാകുമെന്നും വാദമുണ്ട്. കൃത്രിമ ഗർഭപാത്രവുമായി വരുന്ന ഈ റോബോട്ടിന് ഒരു ഹോസ് വഴി പോഷകങ്ങൾ ലഭിക്കും. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഇൻക്യുബേറ്ററുകൾ പോലെയല്ല, മറിച്ച് ബീജസങ്കലനം മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളും പുനരാവിഷ്കരിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റോബോട്ടിനെ അടുത്ത വർഷം പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഏകദേശം 1,00,000 യുവാനാണ് ഇതിന് ചെലവായി പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം 14,000 അമേരിക്കൻ ഡോളർ. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 12 ലക്ഷം രൂപയിലേറെ വില വരും. ഈ കണ്ടുപിടുത്തം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചയാകുന്നുണ്ട്. നിരവധി പേരാണ് ഇതിനെതിരെ വിമർശനം ഉയർത്തുന്നത്. ഒരു കുഞ്ഞിനെ മാതൃബന്ധത്തിൽ നിന്ന് അകറ്റുന്നതാണ് ഇതെന്നാണ് ചിലരുടെ അഭിപ്രായം. എന്തായാലും കൃത്രിമ ഗർഭപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിട്ടില്ല. ഈ റോബോട്ട് വിജയകരമാണെങ്കിൽ വന്ധ്യതയുള്ള ദമ്പതികളെയോ ജൈവിക ഗർഭധാരണത്തിന് വിധേയരാകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളെയോ സഹായിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് കഴിയുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സാങ്കേതിക വിദ്യ ഇതിനകം പക്വമായ ഘട്ടത്തിലാണെന്നാണ് ഡോക്ടർ ഷാങ് അവകാശപ്പെടുന്നത്. അതേസമയം ഈ സാങ്കേതിക വിദ്യ പ്രത്യുൽപാദന ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും വന്ധ്യതാ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ഏകദേശം 15% ദമ്പതികൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞ് എന്ന സ്വപ്നം സഫലമാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ ഈ ലോകത്ത് എന്ത് മാറ്റമാണ് കൊണ്ടുവരികയെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം.